മെമ്പർ മുതൽ രാഷ്ട്രപതി വരെയുള്ളവരുടെ ശമ്പളം എത്രയാണെന്ന് അറിയാമോ? കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരുന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കും. വാശിയേറിയ പോരാട്ടം നടത്തി വിജയിക്കുന്ന അംഗങ്ങൾക്കും തുടർന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാകുന്നവർക്കും ചെയർമാനും വൈസ് ചെയർമാനും മേയർ, ഡെപ്യൂട്ടി മേയർ ആകുന്നവർക്കും എത്ര രൂപയാണ് പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നത്? തുച്ഛമാണെന്ന് തോന്നുന്ന തുകയാണ് ഇവർക്ക് ശമ്പളമായി ലഭിക്കുന്നത്. ശമ്പളം എന്നല്ല, മറിച്ച് ഓണറേറിയം എന്ന പേരിലാണ് ഇവർക്ക് പ്രതിമാസം നൽകുന്ന തുകയെ സർക്കാർ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഓണറേറിയം പരിഷ്കരിച്ചത് 2016 ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഏറ്റവും താഴെത്തട്ടിലെ സ്ഥാപനമാണ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന് മാസം 13,200 രൂപയാണ് ഓണറേറിയം. വൈസ് പ്രസിഡന്റിന് 10,600 രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് 8,200 രൂപയുമാണ് ലഭിക്കുക. മെമ്പർമാർക്ക് 7,000 രൂപ മാത്രമാണ് പ്രതിമാസം നൽകുന്നത്. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലെ 15,962 വാർഡുകളിലെ ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രസിഡന്റിന് 14,600 രൂപയും വൈസ് പ്രസിഡന്റിന് 12,000 രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് 8,800 രൂപയും പ്രതിമാസം ഓണറേറിയം ലഭിക്കും. മെമ്പർമാർക്ക് ലഭിക്കുന്നത് 7,600 രൂപയാണ്. സംസ്ഥാനത്ത് 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. ആകെ 2,080 വാർഡുകളും. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. അങ്ങനെ 14 ജില്ലാ പഞ്ചായത്തുകളും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉയർന്ന ഓണറേറിയം ലഭിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും കോർപ്പറേഷനുകൾക്കുമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പ്രതിമാസം 15,800 രൂപയും വൈസ് പ്രസിഡന്റിന് 13,200 രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് 9,400 രൂപയും മെമ്പർമാർക്ക് 8,800 രൂപയുമാണ് ഓണറേറിയം ഇനത്തിൽ പ്രതിമാസം ലഭിക്കുന്നത്. സംസ്ഥാനത്ത് 86 മുനിസിപ്പാലിറ്റികളും അതിൽ ആകെ 3,078 വാർഡുകളുമുണ്ട്. മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളിലും വാർഡ് മെമ്പർമാരെ കൗൺസിലർ എന്നാണ് വിളിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ല. പകരം ചെയർമാനും വൈസ് ചെയർമാനുമാണ് ഉള്ളത്. ചെയർമാന് 14,600 രൂപയും വൈസ് ചെയർമാന് 12,000 രൂപയുമാണ് പ്രതിമാസം ഓണറേറിയം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് 9,400 രൂപയും കൗൺസിലർമാർക്ക് 7,600 രൂപയും ലഭിക്കും. സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളുണ്ട്. തലസ്ഥാനമായ തിരുവനന്തപുരമാണ് ഏറ്റവും പഴയ കോർപ്പറേഷൻ. 1962 കോഴിക്കോടും 1967 കൊച്ചിയും കോർപ്പറേഷനുകളായി. നീണ്ട 30 വർഷക്കാലത്തിനു ശേഷം 2000 കൊല്ലവും തൃശൂരും കോർപ്പറേഷനുകളായി. 2015 കണ്ണൂർ കോർപ്പറേഷനായി. കോർപ്പറേഷൻ മേയർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ഒരേ ഓണറേറിയമാണ് ലഭിക്കുന്നത്, 15,800 രൂപ. ഡെപ്യൂട്ടി മേയർക്ക് 13,200 രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 9,400 രൂപയും കൗൺസിലർക്ക് 8,200 രൂപയും ലഭിക്കും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർക്കും മുനിസിപ്പാലിറ്റികളിലെ ചെയർമാൻ, വൈസ് ചെയർമാൻ പദവി വഹിക്കുന്നവർക്കും കോർപ്പറേഷനുകളിലെ മേയർമാർക്കും ഡെപ്യൂട്ടി മേയർമാർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒരു യോഗത്തിന് 250 രൂപ ഹാജർ ബത്ത ലഭിക്കും. ഒരു മാസം പരമാവധി 1,250 രൂപയാണ് ഹാജർ ബത്തയായി എഴുതി എടുക്കാനാവുക. ഗ്രാമപഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയുള്ള സമിതികളിലെ മെമ്പർമാർക്ക് 200 രൂപയാണ് ഒരു യോഗത്തിന് ഹാജർ ബത്ത. ഇവർക്ക് പ്രതിമാസം പരമാവധി 1,000 രൂപ എഴുതിയെടുക്കാം. രാഷ്ട്രപതിക്ക് 5 ലക്ഷം രൂപയും ഉപരാഷ്ട്രപതിക്ക് 4 ലക്ഷം രൂപയും പ്രധാനമന്ത്രിക്ക് 2 ലക്ഷം രൂപയും ഗവർണർമാർക്ക് 3.5 ലക്ഷം രൂപയും പാർലമെന്റ് അംഗത്തിന് ശമ്പളവും ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ 1 ലക്ഷം രൂപയുമാണ് പ്രതിമാസം ലഭിക്കുക. മുഖ്യമന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ്. കോവിഡ് പ്രതിസന്ധിയോടനുബന്ധിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും MP-മാരും ഒരു വർഷത്തേക്ക് 30% ശമ്പളം വെട്ടിക്കുറച്ചിരുന്നു. മിക്ക സംസ്ഥാനങ്ങളും ഈ പാത പിന്തുടരുന്നുണ്ട്.